Hello, welcome to our channel. ഇന്നത്തെ വീഡിയോ ഡാൽഗോണ കോഫി ഉണ്ടാക്കുന്നതാണ്. പുതിയ സംഭവമൊന്നുമല്ല, മൊത്തത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആക്ച്വലി ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ തന്നെയാണ് നല്ല ട്രെൻഡിങ് ആയിരുന്നത്. അപ്പോൾ ആ നേരത്തെ എനിക്ക് ഇൻസ്റ്റൻറ്റ് കോഫി വാങ്ങാൻ കിട്ടിയില്ല. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച നേരത്തെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടോ. പന്ത്രണ്ട് മിനിറ്റ് എടുത്തു. 12 മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുക. കമഴ്ത്തി കഴിഞ്ഞാലും പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൽഗോണ കോഫിയുടെ ആ ഒരു കോഫിയുടെ മിക്സ്ചർ. ഇനി നമുക്കിത് പാലിൽ എങ്ങനെയാണ് ഇട്ട് അത് ഡാൽഗോണ കോഫിയായിട്ട് മാറ്റാൻ നോക്കാം. ശരിക്കും ഡാൽഗോണ കോഫി ഐസ്ഡ് മിൽക്കിലാണ് ഉണ്ട്. അതായത് ഒന്നുകിൽ തണുപ്പിച്ചിട്ടുള്ള പാലെടുക്കുക, അല്ലെങ്കിൽ പാലിൽ കുറച്ച് ഐസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അത് കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നോർമൽ കാപ്പുച്ചിനോ ആയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കോഫിക്ക് വേണ്ടിയിട്ടുള്ള ഡാൽഗോണ കോഫിക്ക് വേണ്ടിയിട്ടുള്ള പാല് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത് കഴിക്കാനുള്ളൊരു മൂടില്ല. തണുത്ത് കഴിക്കാൻ വേണ്ടി ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നപ്പോൾ കുറച്ചെടുത്തിട്ട് ചൂടുള്ള കോഫിയിൽ ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഫിയാണിത്. നമുക്കിതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നോക്കാം. കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, താഴത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് സക്സസ് ആണ് നമ്മുടെ. ഞാൻ അതിന് മുമ്പ് ഇൻസ്റ്റൻറ്റ് കോഫി യൂസ് ചെയ്യാതെ നമ്മുടെ നോർമൽ കോഫി പൗഡർ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയിരുന്നു. അപ്പോൾ നമ്മുടെ ഡാൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് കുടിക്കാം. അപ്പോൾ ഇത് നമുക്കിനി ഇളക്കിയിട്ട് നോക്കാം. കുടിച്ചു നോക്കുന്നത് പതുക്കെ ഇളക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി ഈ സംഭവം നമുക്കൊന്ന് കുടിച്ച് നോക്കാം. ഇപ്പോഴും എന്താ ചെറിയൊരു ലെയർ പാലിൻ്റെ ഭാഗം ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, മുകളിൽ ഇത്തിരി കടുപ്പം കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ. കാരണം കോഫിയുടെ ആ ഒരു സംഭവം കുറച്ചധികം ഉണ്ടായിരിക്കും. ഞാൻ കുഴപ്പമില്ല, കുടിച്ച് നോക്കാം അല്ലേ. കൊള്ളാം, അടിപൊളി.
എനിക്കിഷ്ടപ്പെട്ട ടൈപ്പ് ഒരു കോഫിയാണ് കേട്ടോ അത്. എനിക്ക് ക്യാപ്പുച്ചിനോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സ്റ്റൈലാണല്ലോ അത്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ ഒരുപാട് കോഫിയിലധികം മധുരം ഇടാറില്ല. അപ്പം ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളത് 2 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് 2 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തു. എന്നിട്ട് ചൂടുവെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്തു. ആദ്യം തന്നെ ഒരു സ്പൂണോളം കഷ്ടി ഒരു സ്പൂണോളം ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ആ വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂണും കൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് മിക്സ് ചെയ്തു. ഇത്ര മാത്രമാണ് ഇതിൽ ചെയ്തത്. മൊത്തത്തിലൊരു 12 മിനിറ്റോളം ഞാൻ എടുത്തു. ഇത് മൊത്തത്തിൽ ആ ഒരു നല്ല ക്രീമി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 12 മിനിറ്റ് എടുത്തു. ഇതിപ്പോൾ കൈകൊണ്ട് ചെയ്തുകൊണ്ടാണ്. ഇനിയിപ്പോൾ മറ്റേ ആ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഇത്രയും കൂടെ ഫാസ്റ്റായിട്ട് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 3-4 മിനിറ്റിലൊക്കെ നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ നല്ല സുഖമായിട്ട് ചെയ്യാം. ഇത് കുറച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു രസമുണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ ഒരു ലെയർ കാണാൻ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോഫിയാണ്. അപ്പം ഞാനും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഇനി ഇതേ എല്ലാവരെ കൊണ്ടും കുടിപ്പിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ അവരുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ. ഞാൻ മാത്രം കുടിച്ചാൽ പോയില്ല, എല്ലാവർക്കും കൊടുക്കണ്ടേ. കൊടുത്തിട്ട് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ, എളുപ്പമാണ്. ഇതിപ്പോൾ വിസ്ക് വേണമെന്നില്ല, നമ്മുടെ ഇങ്ങനെ ഒരു നോർമൽ സ്പൂൺ വെച്ചിട്ടായാലും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കൈ മെനക്കിടണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കൈ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് കണ്ടിന്യൂസ് ഇളക്കിയപ്പോൾ കൈ വേദന എടുത്തു ചെറുതായിട്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് കൈ യൂസ് ചെയ്തു. അത് ഞാൻ ഇത്തിരി സ്പീഡിലാക്കി കേട്ടോ, അങ്ങനെ വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ കോഫിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുമായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.